ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യഘട്ട നോമിനേഷൻ പ്രക്രിയ നടന്നിരിക്കുകയാണ്. 8 പേരാണ് നോമിനേഷൻ പ്രക്രിയയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെ? ഒന്നിൽ കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് 5 പേർക്കാണ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ആർക്കാണ്? ജിസലിൻ്റെ വസ്ത്രധാരണം സംസ്കാരശൂന്യമാണെന്ന് ഷാനവാസ് പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റ് ചെയ്യാൻ ചെയ്തിരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആയി നമുക്ക് ഇന്നത്തെ നോമിനേഷൻ പ്രക്രിയയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നത്തെ ദിവസത്തിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിന്ന് ഓടിച്ചു നോക്കാം. ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ ഒരു പ്രഭാതമായ ഒരു നല്ലൊരു മോർണിംഗോട് കൂടിയായിരുന്നു, ഒരു മോർണിംഗ് സോങ്ങോട് കൂടിയായിരുന്നു ഇന്നത്തെ ദിവസം തുടങ്ങിയിരുന്നത് തന്നെ. ഇന്നലെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇന്നലെ രാത്രി ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു പ്രഭാതം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ ഒരു ഉച്ച വരെ ഒരു മൂഡ് ഓഫ് മട്ടിലായിരുന്നു പോയിരുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഉണർന്നൊരു ബിഗ് ബോസ് വീട്, അതായത് പലരെ അലറി വിളിക്കുന്ന, അതായത് ആ രേണുസുധിയൊക്കെ അലറി വിളിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അതായത് ഷാനവാസ് അഭിശ്രീയായിട്ട് പ്രശ്നമുണ്ടായി, അതുപോലെ തന്നെ അപ്പാനെ ചേർത്ത് അഭിശ്രീയായിട്ട് പ്രശ്നമുണ്ടായി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത ദിവസം തന്നെയായിരുന്നു ഇന്നത്തെ ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത്. ഇന്നെന്തായാലും ഈ ഒരു വീക്കിൽ, അതായത് ഈ ഒരു സാധനം, അതായത് ഇന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഈ വരുന്ന വീക്കിൽ ലാലേട്ടൻ ചർച്ച ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഇവർക്കൊക്കെ ഇനി എന്ത് പണിയാണ് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്നും അറിയത്തില്ല. എന്തായാലും 7ൻ്റെ പണിയൊക്കെയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലൊക്കെ ചർച്ച ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അതൊക്കെ നമുക്ക് അപ്പോൾ സംസാരിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ അനീഷ് ആദ്യത്തെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനായി എന്നുള്ളതാണ്, തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് സത്യാവസ്ഥ പറയുകയാണെങ്കിൽ അനീഷ് അങ്ങനെ ഒരു ക്യാപ്റ്റനാവേണ്ട ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ, നിങ്ങളുടെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അനീഷ് വെറുതെ കയറി അങ്ങ് ഒരു ക്യാപ്റ്റനായ പോലെ തോന്നി. അതായത് അതാണ് എനിക്ക് തോന്നിയത് അനീഷിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒന്നാമത്തെ ദിവസത്തിൽ സംഭവിച്ച സംഭവവികാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോമിനേഷനിലേക്ക് വരാം. നോമിനേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 8 പേരാണോ എന്നുള്ളതാണ് വാസ്തവം. ആ 8 പേര് ആരൊക്കെ നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ചൈത്യ സന്തോഷിനാണ്. 8 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജിസലിന് 4 വോട്ട് കിട്ടിയിട്ടുണ്ട്. രഞ്ജിത്ത് മുൻഷിക്ക് 5 വോട്ട് കിട്ടിയിട്ടുണ്ട്. രേണുസുധിക്ക് 4 വോട്ട് കിട്ടിയിട്ടുണ്ട്. നിവിന് 4 വോട്ട് കിട്ടിയിട്ടുണ്ട്. ആര്യന് 3 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഷാരിക്ക് 2 വോട്ട് കിട്ടിയിട്ടുണ്ട്. അനുമോൾക്ക് 2 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ 8 പേരാണ് ഈ ആഴ്ച നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 8 പേരെന്ന് പറയുന്നത്. ഇതിൽ ചിലപ്പോൾ ആര് വേണമെങ്കിലും പോകാം, ചിലപ്പോൾ ഈ ആഴ്ച നോമിനേഷൻ ഇല്ലാതിരിക്കാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ബിഗ് ബോസ് അൺപ്രെഡിക്റ്റബിൾ ആണ്. ഇപ്പോഴും പറയുന്നത് ബിഗ് ബോസ് അൺപ്രെഡിക്റ്റബിൾ ആണ്. ഇതിൽ നിന്ന് ആര് വേണമെങ്കിലും പോകാം, പോകാതിരിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ പോകും, ആരൊക്കെ ഇവിടെ ഉണ്ടാകും എന്നുള്ളത്. അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നതാണ്. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി 5 അതായത് 1 വോട്ട് കിട്ടിയ 5 പേര് ആരൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പേരെന്ന് പറഞ്ഞാൽ ആദില നൂറയ്ക്കാണ് 1 വോട്ട് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരിയൻ സാബുവിന് 1 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അഭിലാഷിന് 1 വോട്ട് കിട്ടിയിട്ടുണ്ട്. ബിന്നിക്ക് 1 വോട്ട് കിട്ടിയിട്ടുണ്ട്. അക്ബർ ഖാന് 1 വോട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 5 പേർക്കാണ് 1 വോട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നോമിനേഷനിൽ വരാത്തവർ, ഇതിലൊന്നും പെടാത്ത നോമിനേഷനിൽ വരാത്തവർ കുറച്ച് പേരുണ്ട്. അവരാരൊക്കെ നോക്കാം. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് ആർജ ബിൻസി, കലാഭവൻ സരിക, രന ഫാത്തിമ, ഷാനവാസ് ഷാനു, അപ്പാനി ശരത്ത്. പിന്നെ അനീഷ് ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അനീഷ്. ഓക്കെ, അനീഷ് ക്യാപ്റ്റൻ ആയിരുന്നില്ലെങ്കിൽ 8 വോട്ടും, അതായത് എല്ലാവരും അനീഷ് തന്നെ പറയുമായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം അനീഷ് ഈ ആഴ്ച സേഫായി. അത് കാരണം ക്യാപ്റ്റൻസി കിട്ടുക കാരണം അനീഷ് സേഫായി എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആര് വേണമെങ്കിലും പോകാം. ഞാനിപ്പോഴും പറയുന്നു, ഇതിൽ നിന്ന് ആര് വേണമെങ്കിലും പോകാം, പോകാതിരിക്കാം. ഓക്കെ, അതൊക്കെ ബിഗ് ബോസ് അൺപ്രെഡിക്റ്റബിൾ ആണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ഗെയിം സ്ട്രാറ്റജി നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും
ഇതുവരെയുള്ള ലൈവൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒരു ഉണർന്ന ഒരു മട്ടിലായിരുന്നു. ഇപ്പോഴും ലൈവിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ലൈവ് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇന്ന് രാത്രി 9:30-ക്കാണ് എപ്പിസോഡുള്ളത്. അതിൽ വ്യക്തമായിട്ട് കാണിക്കും ഇന്ന് എന്തൊക്കെ സംഭവവികാസങ്ങളാണ് കാണിച്ചതെന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നാളെ രാവിലെയോ അല്ലെങ്കിൽ നാളെ ഉച്ചയോട് കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ആ റിവ്യൂ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ഡേയിലെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക. അതിലൂടെയും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 7ൻ്റെ പണി നിങ്ങൾ കാണൂ, ഞാൻ പോയി വരാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര ആൻഡ് ഗുഡ് നൈറ്റ്.